ജെൻഡി ഹൈലാൻഡ്സിൻ്റെ കെട്ടിട സമുച്ചയങ്ങളോടും മനുഷ്യൻ്റെ തിമർപ്പുകളോടും ആഹ്ലാദങ്ങളോടും ഉന്മാദം നിറഞ്ഞ അവസ്ഥകളോടും പണത്തിൻ്റെ അഹന്തയോടും വിട പറഞ്ഞ് ഞങ്ങൾ മുകളിലത്തെ ജെൻഡി ഹൈലാൻഡ്സിൻ്റെ കേബിൾ കാർ സ്റ്റേഷനിൽ നിന്നു. ഞങ്ങൾ താഴേക്ക് യാത്ര തിരിച്ചു. ജെൻവി സ്റ്റേഷനിൽ ഇറങ്ങുകയായിരുന്നു ലക്ഷ്യം. 7900 അടി ഉയരത്തിൽ നിന്ന് 4600 അടി താഴ്ചയിലേക്കുള്ള യാത്രയാണ്. ആകാശത്തെ ഒരു പട്ടം പോലെ ഞങ്ങളുടെ കേബിൾ കാർ കേബിളിലൂടെ താഴോട്ട് അതിവേഗം പാഞ്ഞു. അല്പം ഉൾക്കിടലത്തോടെയാണ് ഞങ്ങൾ താഴോട്ട് നോക്കിയത്. മുന്നിലിരുന്ന 2 സുന്ദരികളായ വനിതകൾ താഴേക്ക് നോക്കി കൂക്കി വിളിക്കുകയും മൊബൈലിൽ കാഴ്ചകൾ ഒപ്പിയെടുക്കുകയും ചെയ്തു. മനോഹരമായ മലമുടക്കുകളുടെ ഭംഗി ഞാൻ ആസ്വദിച്ചുകൊണ്ടിരുന്നു. നേർത്ത ഒരു പുതപ്പായി മഞ്ഞുമൂടിയ മലകൾ ചിത്രഭംഗിയോടെ നൃത്തം ചെയ്തു. 10 മിനിറ്റ് യാത്ര ചെയ്തപ്പോൾ ജെൻവി സ്റ്റേഷനിൽ ഞങ്ങളുടെ കേബിൾ കാർ നിന്നു. അവിടെ നിന്നും താഴേക്ക് പടവുകൾ ഇറങ്ങുമ്പോൾ മനോഹരമായ ചിത്രപ്പണികൾ നിറഞ്ഞ ചിൻസി കേവ് സമുച്ചയം കണ്ടു. അവിടെയും ഫോട്ടോകളെടുത്ത് നമുക്ക് ഫ്രെയിമിലാക്കി തരുന്നവർ ഉണ്ടായിരുന്നു. വീണ്ടും ഞങ്ങൾ താഴേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ പടവുകൾ അല്ല, എസ്കലേറ്റർ മാത്രമാണ് താഴേക്ക് പോകേണ്ട വഴി എന്ന് മനസ്സിലായി. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർ എസ്കലേറ്ററിൽ കയറി താഴേക്ക് അപ്രത്യക്ഷമായി. എന്നാൽ താഴേക്ക് പോകണ്ട എന്ന് വിചാരിക്കുമ്പോൾ 2 മലേഷ്യൻ കുട്ടികൾ എന്നെ താഴേക്ക് ഇറക്കാൻ സഹായിച്ചു. അവിടെ 6 എസ്കലേറ്ററുകൾ കുത്തനെ ഉണ്ടായിരുന്നു. 513.50 മീറ്റർ ദൂരമാണ് ഞങ്ങൾ എസ്കലേറ്ററിലൂടെ സഞ്ചരിച്ചത്. 28 ഏക്കർ വരുന്ന ഈ ബുദ്ധക്ഷേത്ര സമുച്ചയത്തിനു ചുറ്റും സ്വാഭാവികാവസ്ഥയിലുള്ള കന്യാവനങ്ങളാണ്. ഇതിൻ്റെ സ്ഥാപകൻ ലിംഗോട്ടോങ്ങിൻ്റെ പ്രതിമ അവിടെയുണ്ട്. ഞാൻ കുറേ നേരം ആ മഹാനായ മനുഷ്യനെ ഓർത്തു നിന്നു. പ്രകൃതിക്ക് ക്ഷതമേൽപ്പിക്കാതെ പ്രകൃതിയും ഡിജിറ്റൽ ടെക്നോളജിയും തമ്മിൽ സംയോജിപ്പിക്കുന്ന കാഴ്ച. ഒരു വശത്ത് മനുഷ്യൻ്റെ ഭൗതികമായ ഭ്രമങ്ങൾ, മറുവശത്ത് ഇതിനു അപ്പുറമുള്ള മനുഷ്യൻ്റെ ആത്മീയതയുടെ അനിവാര്യത. ചിൻസി കേവ് ടെമ്പിളിൻ്റെ അകത്ത് റവറൻ മാസ്റ്റർ ചിൻസി ഇരിക്കുന്ന പ്രതിമയുണ്ട്. ചൈനയിലെ ഫ്യൂജിയാൻ പ്രൊവിൻസിലായിരുന്നു ലിംഗോട്ടോങ്ങിൻ്റെ ബാല്യം. അദ്ദേഹം അടങ്ങുന്ന ആൻസി ക്ലാനിൻ്റെ ആരാധനാമൂർത്തിയായിരുന്നു റവറൻ മാസ്റ്റർ ചിൻസി. ഇവിടെയുള്ള 9 നില കെട്ടിടത്തിൽ 10,000 വിളക്കുകളുണ്ടത്രേ. ഇത് തെളിയുന്നത് കണ്ടാൽ ബുദ്ധൻ്റെ അനുഗ്രഹം കിട്ടുമെന്ന് വിശ്വാസം. കുളിർകാറ്റ് ചാറ്റൽ മഴയായി മാറിയതിനാൽ അധിക നേരം അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. മാമലകൾ പുകഞ്ഞുകൊണ്ടിരുന്നു. 1994 മാർച്ചിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയാക്കിയത്. 18 വർഷമെടുത്തു. ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണ രീതികൾ ക്ലേശകരമായതിനെ തുടർന്ന് പരമ്പരാഗത രീതിയാണ് അടിസ്ഥാന നിർമ്മാണത്തിന് ഇവിടെ ഉപയോഗിച്ചത്.
ബുദ്ധക്ഷേത്രത്തിലെ പുരോഹിതന്റെ പ്രാർത്ഥന ഒരു ക്രിസ്ത്യൻ പള്ളിയിലെ രീതികൾ പോലെ തോന്നി. ജപമാല ഉരുട്ടി മുട്ടിന്മേൽ നിന്നുള്ള പ്രാർത്ഥന. മടക്കവഴിയിൽ നമ്മുടെ നാട്ടിൽ ചെറിയ ചെടികളായി കണ്ടിട്ടുള്ള ചില സസ്യങ്ങൾ ചെറിയ മരമായി നിൽക്കുന്നത് കണ്ടു. പാറമുകളിലെ കടും ചെമ്മപ്പു നിറത്തിൽ ഇരപിടിയൻ സസ്യങ്ങൾ നിൽക്കുന്നതും കൗതുകമുണ്ടാക്കി. അങ്ങോട്ട് പോയതുപോലെ ആയിരുന്നില്ല. ഞങ്ങൾക്ക് കുറേ നേരം കേബിൾ കാറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു. ഇറങ്ങുമ്പോൾ ഒരു സ്വപ്നം പോലെ ജിൻസി കേവ് ടെമ്പിൾ മനസ്സിൽ നിറഞ്ഞു നിന്നു.